അപ്പോൾ മണ്ഡലം ചുറ്റി നമ്മുടെ മഹളുകൾ എത്തി നിൽക്കുന്നത് കുട്ടനാട് മണ്ഡലത്തിലാണ്. അവിടെ വലിയ പ്രശ്നമുള്ള കുട്ടനാട്. അവിടെ രാജി ഇപ്പോൾ അവിടുത്തെ DCC വൈസ് പ്രസിഡന്റ് രാജിവെച്ച കുട്ടനാട്. പ്രവിത ലക്ഷ്മിയും അമൃത പാടിക്കാലുമാണ് കുട്ടനാട്ടിലെ വോട്ടർമാരുമായി സംവദിക്കുന്നത്. നമസ്കാരം. മണ്ഡലം ചുറ്റി മഹിളകൾ ഇന്ന് എത്തി നിൽക്കുന്നത് കുട്ടനാട് മണ്ഡലത്തിലാണ്. കുട്ടനാട് മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രത്യേകത എന്താണ് അമൃത? ഏത് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യേകതയാണോ പ്രവിധ ഉദ്ദേശിക്കുന്നത്? അതല്ല ഭൂപ്രകൃതിയുടെ പരമായിട്ടുള്ള പ്രത്യേകതയാണോ ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ മുന്നണികളുടെയും ഘടകകക്ഷികൾ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ പ്രവിധ നമുക്കറിയാം, ഇത് ചുറ്റുപാടും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ്. ഇത് തന്നെയാണ് ഇവിടുത്തുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും ഭംഗി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കുട്ടനാട്, അല്ലെ? കുട്ടനാടൻ മേഖലയാണ്. പക്ഷെ ഇവിടുത്തെ കർഷകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല AC റോഡുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ നാട്ടുകാർക്ക് തന്നെ പറയാനുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ ഒരു ചേട്ടനുണ്ട്, നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ നമസ്കാരം, എന്താ പേര്? എന്റെ പേര് ചന്ദ്രബോസ്. ചേട്ടൻ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എനിക്ക് ഇതിപ്പോ ഈ കടയായിട്ടിരിക്കുകയാണ്. എന്റെ മെയിൻ തൊഴിലെന്ന് പറഞ്ഞാൽ തയ്യലാണ്. അപ്പൊ തയ്യൽ കുറവായപ്പോ എന്തെങ്കിലും ഒരു മേഖല വേണമല്ലോ, അതുകൊണ്ട് ഈ മേഖലയായിട്ടിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തടുത്ത് വരികയാണല്ലോ, എന്താണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം? ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ മുൻ MLA തന്നെയാണ് ഇപ്പം വീണ്ടും മത്സരിക്കുന്നത്. അത് തന്നെ എല്ലാ തരത്തിലും പുള്ളിക്ക് വിജയസാധ്യത ഉണ്ട്. അതായത് കുട്ടനാടിന് ആവശ്യമായ വഴികളും പാലങ്ങളും മറ്റു മേഖലകളും നല്ല നിലവാരത്തിലാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്, പക്ഷെ അത് മുഴുവനാക്കിയിട്ടില്ലല്ലോ. കുടിവെള്ളം ഒരു മെയിൻ വിഷയം ഉണ്ട്. അതിനു വേണ്ട നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് അറിവ്. അപ്പോൾ നമ്മളിപ്പോ എത്തി നിൽക്കുന്ന ഒരു ഹോട്ടലിലാണ്. പ്രത്യേകിച്ച് ഈ പാചകവാതക പ്രതിസന്ധിയൊക്കെ ഉള്ള സമയമാണ്. അതിഭീകരമായി നിൽക്കുന്നതാണ്. പല ഹോട്ടലുകളും അടച്ചുപൂട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പലയിടത്തും LPG ഒന്നും കിട്ടാനില്ല എന്നുള്ള സങ്കടമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ. ചേട്ടാ, ഈ ഗ്യാസിന്റെ കാര്യമാണോ രാഷ്ട്രീയത്തിന്റെ കാര്യമാണോ? രണ്ടും പറയണം. ഗ്യാസിന്റെ കാര്യം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, കണ്ടില്ലേ? അടുപ്പ് കൂട്ടിയൊക്കെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. 2 അല്ലേ 3 ദിവസം കൂടെ ഓടും, അത് കഴിയുമ്പോ ഓക്കെയാണ്. ഇപ്പൊ വിറകടുപ്പിലേക്ക് മാറി മൊത്തമായിട്ട് കുറെ വിറകടുപ്പിലോട്ട് പകുതിയോളം മാറിയേക്കാണ്. വിഭവങ്ങളൊക്കെ കുറച്ചു. എന്നാലും പിടിച്ചിരിക്കണ്ടേ. തിരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരികയാണ്. എങ്ങനെയാണ് ചേട്ടന്റെ ഒരു രാഷ്ട്രീയമൊക്കെ എങ്ങനെയാണ്? ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇവിടുത്തെ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഇവിടെ 2 സീസണായിട്ട് LDFന്റെ MLA ആയിരുന്നു. കേരള കോൺഗ്രസിന്റെ പുതിയൊരു സ്ഥാനാർത്ഥി വരുന്നെന്ന് പറയുന്നു. എന്താണെന്നൊന്നും നല്ല, നമുക്ക് രാഷ്ട്രീയത്തിലോടൊന്നും ഒരുപാട് വലിയ ഇതില്ല. ഇവിടെ ഒരു ചേച്ചി നിൽപ്പണം, നമുക്ക് ചേച്ചിയുടെ. ചേച്ചി, അപ്പൊ എങ്ങനെയാണ് ചേച്ചിയുടെ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാണ്? രാഷ്ട്രീയ നല്ല ഭരണം മുന്നോട്ട് കൊണ്ടുവരാൻ എല്ലാവരും ആര് ഭരിച്ചാലും ഏത് ഭരണക്കാർ ഭരിച്ചാലും മുന്നോട്ട് നല്ല ഭരണമായിട്ട് വരിക. നമുക്ക് വഴികളും റോഡുകളും എല്ലാം ഉണ്ട്, പക്ഷെ കുടിവെള്ളം മാത്രം ഇല്ല. നമ്മൾ വിലക്കാണ് നമ്മൾ കുടിവെള്ളം മേടിക്കുന്നത്. ആ ഒരു പോരായ്മയാണ് നമ്മൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.